ഹായ് ഫ്രണ്ട്സ്, ഐ എം റഷീദ് അലി, ഓഫീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ റബീസാണ്. ഡോക്ടറെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 2005 വുഹാൻ യൂണിവേഴ്സിറ്റിയിൽ BBS പഠിക്കാൻ പോയി. അന്ന് പറഞ്ഞു ഫസ്റ്റ് ബാച്ചാണ്, ഇന്ത്യയിൽ നിന്നുള്ള ഫസ്റ്റ് ബാച്ചാണ്. പ്രോഗ്രാം കഴിഞ്ഞ് FMG ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി. അത് കഴിഞ്ഞ് ഇപ്പോൾ UK സെറ്റിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, FMG സ്റ്റുഡൻസ് ഓൾറെഡി വിദേശത്ത് പഠിക്കുന്നതും പഠിച്ചു കഴിഞ്ഞതുമായ ഒത്തിരി സ്റ്റുഡൻസ് നാട്ടിൽ ഡോക്ടേഴ്സ്, നമ്മുടെ തന്നെ ആയിരക്കണക്കിന് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്കെല്ലാം ഫ്യൂച്ചറിൽ ഇപ്പോൾ ഡോക്ടർ ഹിസ്റ്ററി അഥവാ ഡോക്ടർ ജേർണി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം എന്നുള്ള ഉദ്ദേശമാണ്. ഓക്കെ, ഹലോ. ഹായ്, ഡോക്ടർ റമീസ്. ഞാൻ 2005 വുഹാൻ യൂണിവേഴ്സിറ്റിയിൽ MBBS ജോയിൻ ചെയ്തു. 2010 കംപ്ലീറ്റ് ചെയ്തു. 2011 FMGE എക്സാം ക്ലിയർ ചെയ്തു. അതിനുശേഷം ഇവിടെ നാട്ടിൽ വർക്ക് ചെയ്യായിരുന്നു. ഗവൺമെന്റ് സർവീസിലൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കാലം. പിന്നെ കുറച്ച് പ്രൈവറ്റ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2020 UK NHS ജോയിൻ ചെയ്യുന്നത്. ANE ഫസ്റ്റ് ജോബ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ട്രെയിനിങ് ജോബ് കയറി. അവിടെ സൈക്കാട്രി ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ അവിടെ സൈക്കാട്രി സ്പെഷ്യലിസ്റ്റ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു ഓവർ ദ ലാസ്റ്റ് 3 years. ഇപ്പം 5 വർഷമായിട്ട് NHS വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇപ്പോ ഈ അവിടേക്ക് എത്താനുള്ള ജേണി അതെങ്ങനെയാ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോ പ്ലാബ് എക്സാം അറ്റൻഡ് ചെയ്യണം, സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 അത് ഡിഫറെന്റ് റൂട്ട്സ് ഉണ്ട് UK. ഡിപ്പെൻസ് ഓൺ നമ്മുടെ ഇപ്പോഴത്തെ ലെവൽ അനുസരിച്ചിട്ട്, നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേജ് അനുസരിച്ച് എവിടെയാണ് നമ്മളുള്ളത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി MD കംപ്ലീറ്റഡ് ആണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് റൂട്ട് ഉണ്ട്. അതായത് മെമ്പർഷിപ്പ് എക്സാംസ്, MRCT പോലത്തെ എക്സാംസ് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വി കൻ ഗെറ്റ് എ ലൈസൻസ് ടു പ്രാക്ടീസ് ദെയർ ഇൻ ദ UK. അതല്ലാതെ ഇപ്പോൾ ഒരു ബിഗിനർക്കാണെങ്കിൽ, MBBS കഴിഞ്ഞ ഒരാൾക്കാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് പ്ലാബാണ്. പ്ലാബ് ഇപ്പോൾ UK MLA എന്ന് ചേഞ്ച് ആവുന്നുണ്ട്, ആയി വരുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒരു തിയറി റിട്ടൺ പേപ്പർ ഉണ്ട്, പേപ്പർ A. പിന്നെ ഒരു ക്ലിനിക്കൽ പാർട്ട് ഉണ്ട്, ഒരു OSCE എക്സാം പോലെ. അതിന് UK പോകണം. ഈ 2 എക്സാംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനറൽ മെഡിക്കൽ കൗൺസിൽ UK രജിസ്ട്രേഷൻ കിട്ടും. ദെൻ യു ക്യാൻ അപ്ലൈ ഫോർ ജോബ്സ് ഓർ യു ക്യാൻ അപ്ലൈ ഫോർ ട്രെയിനിങ്. ഈ 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഓൾറെഡി ഇവിടെ MBBS കഴിഞ്ഞിട്ട് NC എക്സാം ക്ലിയർ ചെയ്ത് FMG ക്ലിയർ ചെയ്ത് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 2-3 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ടു ക്രാക്ക് മെമ്പർഷിപ്പ് എക്സാംസ്. MRCP പോലത്തെ എക്സാംസ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ലൈസൻസ് ടു പ്രാക്ടീസ് ഇൻ UK. അതല്ല എങ്കിൽ പ്ലാബ് സ്റ്റെപ്പ് 1 പ്ലാബ് പേപ്പർ A, അതായത് പാർട്ട് 1 ഓൺലൈൻ എക്സാം ആണ്. സ്റ്റെപ്പ് 2 വേണ്ടി നമ്മൾ ഫ്ലൈ സ്റ്റെപ്പ് 2 ഇപ്പൊ UK മാത്രമേ ഉള്ളൂ. അപ്പൊ UK പോയിട്ട് കുറച്ച് ഒരു 3-4 weeks ഒരു കോച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അറ്റൻഡ് ചെയ്യുക, കുറച്ച് പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് സ്റ്റേഷൻസ് ഒക്കെ കോമൺ ആയിട്ട് വരുന്ന സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഇറ്റ്സ് നോട്ട് എ ഡിഫിക്കൽട്ട് എക്സാം. ഒരു 3-4 months ഒക്കെ എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാംസ്. ജോബ് കിട്ടാൻ ഇപ്പം ഡിപ്പെൻസ്. നമ്മൾ എന്താ പറയാ, കുറച്ചൊന്നും ഇപ്പൊ സാച്ചുറേറ്റഡ് ആയി വന്നിട്ടുണ്ട് ജൂനിയർ ലെവൽ ജോബ്സ്. ബട്ട് സ്റ്റിൽ യു ക്യാൻ ഗെറ്റ്. ഐ മീൻ അതിൻ്റെ ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ എക്സ്ട്രാ വർക്ക്, എസ്പെഷ്യലി ഫോർ റിസർച്ച്, പബ്ലിക്കേഷൻസ്, ജേർണൽസ്, നമ്മളൊരു എക്സ്ട്രാ എന്താ പറയുക ടീച്ചിങ്ങിലൊക്കെ നമ്മൾ കഴിവ് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡ്ജ് ഉണ്ട് ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ ഇവിടെ നാട്ടിലെ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രൊജക്ട്സ് അല്ലെങ്കിൽ ഓഡിറ്റ്സ് ഇതിലൊക്കെ കഴിയുന്ന ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇതൊക്കെയാണ് UK കൂടുതൽ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർ നോക്കുന്ന കാര്യം. നമ്മുടെ അക്കാഡമിക് അച്ചീവ്മെന്റും ജോബ് എക്സ്പീരിയൻസും പോലെ തന്നെ നമ്മൾ അതർ ആക്ടിവിറ്റീസ്, ഈ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രൊജക്ട്സ്, ഓഡിറ്റ്സ് ഇതിലൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് അവർ നോക്കും. ഇതൊക്കെ പോയിന്റ്സ് നമുക്ക് ഇന്റർവ്യൂ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുള്ള സ്റ്റെപ്പ് 2 കഴിഞ്ഞ ശേഷം ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ജസ്റ്റ് നമ്മൾ എക്സ്പീരിയൻസ് മാത്രമല്ല നോക്കുക, ഇങ്ങനത്തെ ആക്ടിവിറ്റീസും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ടോ, നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റ്, പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്താ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നോക്കും. അത് UK NHS വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇയർലി ഏത് നമ്മളിപ്പോൾ ട്രെയിനിങ്ങിലാണെങ്കിലും അല്ലാത്ത ജോബ് ആണെങ്കിലും നമ്മൾ എപ്പോഴും നമ്മൾ പോർട്ട്ഫോളിയോ ഒക്കെ കീപ്പ് ചെയ്യണം, അപ് ടു ഡേറ്റ് ആയിരിക്കണം, നമ്മൾ എഫേർട്ട് ഇടണം, അത് നമ്മൾ ഒരു പ്രോഗ്രസ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് അപ്രൈസൽ പ്രോസസ് ഒക്കെ ഉണ്ട്. അതിപ്പോ നാട്ടിലില്ല. എന്ത് ജോബാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും, ജൂനിയർ ആണെങ്കിലും സീനിയർ ലെവലിലാണെങ്കിലും എല്ലാ വർഷവും നമുക്ക് അപ്രൈസൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് ഒരു മിനിമം സെറ്റ് ഓഫ് തിങ്സ് അടുത്ത വർഷം കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ
നമ്മൾ സൂപ്പർവൈസറായിട്ട് ഡിസ്കസ് ചെയ്യാം, അത് ഡോക്യുമെന്റ് ചെയ്യപ്പെടും, പിന്നെ അടുത്ത അപ്രീസിയൽ നമ്മൾ നോക്കും, നമ്മൾ അതൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ, മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ടു നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എക്സ്ട്രാ സപ്പോർട്ട് വേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ കരിയർ എപ്പോഴും എന്താ പറയാ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, വർക്ക് എൻവയോൺമെന്റ് ആണ് UK ഉള്ളത്. എന്തുകൊണ്ടും UK സ്റ്റുഡൻസ് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കൺട്രിയാണ്. എന്തുകൊണ്ടും എസ്പെഷ്യലി നമുക്ക് ഏഷ്യൻ കൺട്രീസിൽ നിന്നുള്ള ഡോക്ടേഴ്സും അതുപോലെ ഏഷ്യൻ കൺട്രീസിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, മിഡിൽ ഈഷ്യൻ കൺട്രീസിലൊക്കെ ട്രെയിൻ ആയിട്ടുള്ള ഡോക്ടേഴ്സിന് കുറച്ചും കൂടി ഈസി ആക്സസ് ആണ്. നമ്മുടെ ഡിഗ്രീസ് അപ്രൂവ്ഡ് ആണ് അവിടെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കിട്ടും. കമ്പയർ ടു US, കാനഡ കുറച്ചും കൂടെ വിഗറസ് പ്രോസസ്സാണ്, കോംപ്ലിക്കേറ്റഡ് ആണ് US കാനഡയിലൊക്കെ. ഈവൻ ക്രാക്ക് ദി എക്സാം സിസ്റ്റത്തിൽ എൻട്രി ചെയ്ത് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. UK കമ്പാരിറ്റീവ്ലി അതർ കൺട്രീസിൽ വെച്ച് നോക്കുമ്പോൾ റിലേറ്റീവ്ലി മച്ച് ഈസിയർ. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഡോക്ടർക്ക് ഇനി സ്റ്റുഡൻസ് പോകാൻ നിൽക്കുന്ന സ്റ്റുഡൻസിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ പോയത് 2005-ലാണ്, ഏകദേശം 20 വർഷത്തിന് ശേഷമാണ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു സമയത്തിൽ കുറെ മാറ്റങ്ങളുണ്ട്. അന്നത്തെ ആ ഡിമാൻഡ്സും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ അതുപോലെ ഇവിടുത്തെ നാട്ടിലത്തെ NMC റൂൾസ് ആണെങ്കിൽ കുറെ ചേഞ്ച് ആയി. നിങ്ങൾ പോയത് ആ സമയത്തുള്ള റൂൾസ് അല്ല ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചു, ആ സ്റ്റുഡൻസ് നോർമൽ നമ്മൾ പറയുന്നത് അത്രയ്ക്ക് പാഷനേറ്റ് ആണെങ്കിൽ ചെയ്യാന്നുള്ളതാണ്. എന്താണ് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ഇപ്പൊ നമ്മൾ പോയ സമയത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഒരുപാട് റിസോഴ്സസ് ഉണ്ട് കുട്ടികൾക്ക്. ഞങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് FNG എക്സാംസിനെ പറ്റിയൊന്നും അതിന്റെ പ്രിപ്പറേഷനെ പറ്റിയൊന്നും ഞങ്ങൾക്ക് കൂടുതൽ അറിയില്ല. അപ്പൊ ഞാൻ പറയും ഈ റിസോഴ്സസ് ഒക്കെ ഉപയോഗിക്കാം. ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ നമ്മള് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാം സ്റ്റഡീസ്, കാര്യങ്ങൾ നന്നായിട്ടൊക്കെ പഠിക്കാൻ വേണ്ടി നോക്കാം. അതുപോലെ FMG കഴിഞ്ഞിട്ട് ഇവിടെ PG ചെയ്യുന്നതിനെ പറ്റി എന്താണ് ഡോക്ടർ സ്റ്റുഡൻസിന് പറയുന്നത്? അതൊരു വളരെ നല്ല ഓപ്ഷനാണ്. FMG എക്സാം ഇറ്റ്സെൽഫ് ഒരു PG ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ടഫ് ആയിട്ടുള്ള എക്സാം ആണ്. അപ്പോൾ ഒരു എക്സ്ട്രാ എഫേർട്ട്, ഒരു അനദർ 6 months to ഇയർ നമ്മൾ എഫേർട്ട് എക്സ്ട്രാ ഇടുകയാണെങ്കിൽ FMG ക്രാക്ക് ചെയ്തിട്ട് യു ക്യാൻ ഈസിലി ക്രാക്ക് ദി എക്സാം ആസ് വെൽ. അപ്പൊ നാട്ടിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വളരെ എന്താ പറയുക വാല്യുബിൾ ആണ്, വളരെ വാല്യുബിൾ ആണ്. പുറത്തു പോകുന്ന സമയത്ത് ഒരുപക്ഷെ ചിലപ്പോൾ ആ എക്സ്പീരിയൻസ് നമുക്ക് കൗണ്ട് ചെയ്ത് കിട്ടണമെന്നില്ല. ഇപ്പൊ UK പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ ഇപ്പൊ US പോകുമ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ നമ്മളെ ND DNB ഒന്നും അപ്രൂവ് ആയിരിക്കില്ല. പക്ഷെ സ്റ്റിൽ ആ ഒരു പേഷ്യന്റ് ക്ലിനിക്കൽ പോർട്ട്ഫോളിയോ അപ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്മിറ്റ്മെന്റ് കാണിക്കാൻ പറ്റും പ്രൊഫഷനോടുള്ള. പിന്നെ നമ്മള് എന്താ പറയാ, നമ്മളൊക്കെ അവിടെ ഏത് രാജ്യത്താണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും ആ ഒരു പേഷ്യന്റിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ബെഡ് സൈഡ് ലേണിംഗ് എന്ന് പറയുന്നത് അത് എന്താ പറയുക ഭയങ്കര വാല്യുബിൾ ആണ്. അത് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ ഉപയോഗിക്കാം. എവിടെ പോയാലും നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്ന അസുഖങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലിയർ ആണ്. ആ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് പരമാവധി ഡെവലപ്പ് ചെയ്യാൻ എടുക്കാൻ വേണ്ടി. അപ്പൊ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് വളരെ നന്ദി. ഇനിയും ഡോക്ടർക്ക് ഇനി ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഓരോ പടവുകളും ഓരോ ഡോറുകളും ഓപ്പൺ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.